ലോകത്തേക്ക് കണ്ണു തുറക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ഈ പുലരിയിൽ ഈ നിമിഷം നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നു എന്നതുതന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ വലിയ ഊർജ്ജത്തെക്കുറിച്ചാണ്. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് നിങ്ങളെ പ്രചോദിപ്പിക്കുമെന്ന് കാത്തിരിക്കരുത്. നിങ്ങളുടെ ഉള്ളിലെ അഗ്നി ജ്വലിപ്പിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നമ്മളിൽ പലരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ തിരക്കുകളെക്കുറിച്ചും നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഓർത്ത് ആകുലപ്പെടാറുണ്ട്. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നത്തെ ഈ 24 മണിക്കൂർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു ശൂന്യമായ ക്യാൻവാസ് പോലെയാണ്. അതിലെന്ത് ചിത്രം വരയ്ക്കണമെന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിരാശയുടെയും പരാതിയുടെയും നിറങ്ങൾ ചാലിക്കാം, അല്ലെങ്കിൽ പ്രതീക്ഷയുടെയും കഠിനാധ്വാനത്തിന്റെയും മനോഹരമായ വർണ്ണങ്ങൾ നൽകാം. വിജയിച്ച മനുഷ്യരും പരാജയപ്പെട്ട മനുഷ്യരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവരുടെ കഴിവിലല്ല, മറിച്ച് അവരുടെ മനോഭാവത്തിലാണ്. എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നിടത്ത് പരാജയം തുടങ്ങുന്നു. എന്നാൽ ഇതൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്നിടത്ത് വിജയത്തിൻ്റെ ആദ്യ വിത്ത് പാകപ്പെടുന്നു. നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങളുണ്ടാകാം. ആളുകൾ നിങ്ങളെ പരിഹസിച്ചേക്കാം. പലപ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നാം. പക്ഷേ ഓർക്കുക, ഇരുട്ടുള്ള രാത്രിയിലാണ് നക്ഷത്രങ്ങൾ കൂടുതൽ തിളങ്ങുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളാണ് നിങ്ങളെ കൂടുതൽ തിളക്കമുള്ളവനാക്കി മാറ്റുന്നത്. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുമെന്ന് പേടിച്ചാണ് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുന്നത്. പരാജയമെന്നത് വിജയത്തിന്റെ വിപരീത പദമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള പാതയിലെ ഒരു ചവിട്ടുപടി മാത്രമാണ്. ലോകം കണ്ട വലിയ കണ്ടുപിടുത്തങ്ങളും വലിയ സാമ്രാജ്യങ്ങളും കെട്ടിപ്പടുത്തവർ ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടവരാണ്. അവർക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഓരോ വീഴ്ചയ്ക്ക് ശേഷവും അവർ കൂടുതൽ കരുത്തോടെ എഴുന്നേറ്റു. നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം നിങ്ങളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം ഉറക്കെ പറയണം, ഞാൻ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാവട്ടെ. അത് മറ്റുള്ളവർക്ക് അസാധ്യമായി തോന്നാം. പക്ഷേ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ സഹായിക്കാൻ കൂടെയുണ്ടാകും. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശീലിക്കുക. ഒരു പുഞ്ചിരി നൽകുന്നതിൽ, മറ്റൊരാളെ സഹായിക്കുന്നതിൽ, നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യുന്നതിലെല്ലാം ഒരു പോസിറ്റീവ് എനർജിയുണ്ട്. പരാതികൾ പറയുന്ന ശീലം ഇന്നു മുതൽ നമുക്ക് അവസാനിപ്പിക്കാം. എന്തില്ല എന്നതിനേക്കാൾ ഉപരി എന്തെനിക്കുണ്ട് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. ആരോഗ്യവാനായൊരു ശരീരം, ചിന്തിക്കാൻ കഴിയുന്നൊരു മനസ്സ്, നിങ്ങളെ സ്നേഹിക്കുന്ന കുറച്ചു മനുഷ്യർ. ഇതിലും വലിയ ഭാഗ്യം മറ്റെന്താണ് വേണ്ടത്? ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ഇന്നലത്തെ നിങ്ങളെക്കാൾ 1% മികച്ച ഒരാളായി ഇന്ന് മാറാൻ നിങ്ങൾക്ക് കഴിയണം. അലസതയെ നിങ്ങളുടെ ശത്രുവായി കാണുക. അത് നിങ്ങളുടെ സമയത്തെയും സ്വപ്നങ്ങളെയും കാർന്നു തിന്നുന്ന ഒന്നാണ്. നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് നീങ്ങുക. തളർന്നു പോകുമ്പോൾ ഒരു നിമിഷം വിശ്രമിച്ചോളൂ. പക്ഷേ ഒരിക്കലും പിന്തിരിഞ്ഞോടരുത്. നിങ്ങൾ കടന്നുപോകുന്ന ഓരോ കഠിനമായ സാഹചര്യവും നിങ്ങളെ പുതിയൊരു പാഠം പഠിപ്പിക്കുകയാണ്. ആ പാഠങ്ങളാണ് നിങ്ങളെ നാളത്തെ നേതാവാക്കി മാറ്റുന്നത്. മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യുന്നത് നിർത്തുക. ഓരോ പൂവും വിരിയുന്നത് അതിൻ്റേതായ സമയത്താണ്. സൂര്യനും ചന്ദ്രനും തമ്മിൽ താരതമ്യമില്ല. രണ്ടും അവരവരുടെ സമയത്ത് ഉദിച്ചുയരുകയും ലോകത്തിന് വെളിച്ചം നൽകുകയും ചെയ്യുന്നു. നിങ്ങളും അതുപോലെയാണ്. നിങ്ങൾക്കുള്ളിലെ കഴിവ് തിരിച്ചറിയുക. നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തുതന്നെയായാലും അത് ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അർപ്പണബോധമുള്ളവരോടൊപ്പം വിജയം എപ്പോഴുമുണ്ടാകും. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തുക. എനിക്കു പറ്റില്ല എന്നതിനെ ഞാനിത് ചെയ്യും എന്ന് മാറ്റിപ്പായുക. ഭയത്തെ നേരിടുക. എന്തിനെയാണോ നിങ്ങൾ ഭയപ്പെടുന്നത്, അതിനെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കുമ്പോൾ ഭയമില്ലാതാകുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ മനസ്സിനെ ഒരു പൂന്തോട്ടം പോലെ സൂക്ഷിക്കുക. അവിടെ പോസിറ്റീവ് ചിന്തകളാകുന്ന പൂക്കൾ വളരട്ടെ. വിഷാദത്തിന്റെയും അസൂയയുടെയും കളകളെ പിഴുതെറിയുക. നിങ്ങൾക്ക് ചുറ്റും പോസിറ്റീവായ ആളുകളെ മാത്രം നിർത്തുക. നിങ്ങളെ തളർത്തുന്നവരല്ല, മറിച്ച് നിങ്ങളെ വളർത്തുന്നവരായിരിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾ. ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഇന്ന് ഞാൻ എന്ത് നല്ല കാര്യം ചെയ്തു എന്ന് സ്വയം ചോദിക്കുക. ആ സംതൃപ്തിയോടെ വേണം ഉറങ്ങാൻ.
നാളത്തെ പുതിയ പുലരിക്കായി കാത്തിരിക്കുക. ജീവിതം ഒരിക്കൽ മാത്രമേയുള്ളൂ. അത് വെറുതെ കളയാനുള്ളതല്ല. ചരിത്രം മായ്ക്കുന്നവരല്ല, ചരിത്രം സൃഷ്ടിക്കുന്നവരാകണം നമ്മൾ. നിങ്ങളുടെ പേര് ഈ ലോകത്തടയാളപ്പെടുത്തണം. അതിനായി കഠിനാധ്വാനം ചെയ്യുക, ക്ഷമയോടെ കാത്തിരിക്കുക. വിജയം നിങ്ങളുടെ വാതിക്കൽ വന്നുമുട്ടും. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഒരു പുതിയ മനുഷ്യനായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്തൂ. ലോകം നിങ്ങളെ കാത്തിരിക്കുകയാണ്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകൂ. വിജയാശംസകൾ.